ഇപ്പോൾ ശശി തരൂർ എംപിയുടെ ഒരു പ്രതികരണം എത്തുന്നുണ്ട്. കന്യാസ്ത്രീകൾക്ക് ഉടൻ ജാമ്യം നൽകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഞാൻ കുര്യൻ സാറിനോട് സംസാരിച്ചു. തിങ്കളാഴ്ച ഞാൻ മന്ത്രി നദ്ദയെ പോയി കണ്ട് സംസാരിച്ചു. അദ്ദേഹം BJP പാർട്ടിയുടെ അധ്യക്ഷനുമാണ്. ഞാൻ പറഞ്ഞു, ഈ വിഷയത്തിൽ നമ്മൾക്ക് ഇതൊരു അന്യായമാണ്. ഈ കേസിനെ കുറിച്ച് ഞാൻ ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വെറും ഒരു മോബ് റൂൾ പോലെയാണ് ഈ ആൾക്കാർ വന്ന് ബഹളമുണ്ടാക്കിയിട്ട് പോലീസുകാർ പേടിച്ചിട്ടാണ് ഈ ഡാൻസിനെ ജയിലിൽ കൊണ്ടുവിട്ടത്. എന്തുകൊണ്ട് ജാമ്യം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇടപെടാന്ന് പറഞ്ഞു. ആരും എതിരിച്ചില്ല. പക്ഷെ അവർ ഇടപെടലിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഞാൻ കേട്ടു, പിന്നെ കേരളത്തിന്റെ BJP നേതാക്കളും കൂടി പോയി മധ്യപ്രദേശിലേക്ക് സംസാരിക്കാൻ, എന്നിട്ടും ഒന്നും കാര്യങ്ങൾ ഇളകിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഭരണം പിന്നെ മധ്യപ്രദേശിൽ, ക്ഷമിക്കണം, ഛത്തീസ്ഗഡിൽ ഇങ്ങനെ ഒരു ഭരണം ഛത്തീസ്ഗഡിൽ നടത്തുകയാണെങ്കിൽ ബാക്കി എല്ലാവരും കാണും, ശ്രദ്ധ വെക്കില്ല. എന്താണത് ഇങ്ങനെ ഒരു അന്യായം നമ്മളുടെ കന്യാസ്ത്രീകളുടെ എതിരെ ചെയ്യുന്നത്? എനിക്കറിയില്ല. കാരണം അവരുടെ സംസ്ഥാന സർക്കാരിന് ഇത്ര പിന്നെ വിവരക്കേടുണ്ടെങ്കിൽ എല്ലാവരും ഡൽഹിയിൽ അവരോട് പറയണ്ടേ, ഇത് ശരിയല്ല, നിങ്ങൾ ചെയ്യണത് ഞങ്ങൾ എല്ലാവരെയും എല്ലാ ഭാഗത്തും ദോഷം ചെയ്യേണ്ടത്. എന്തായാലും പിന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിന്റെ എല്ലാ MPമാരും ഒരേ അഭിപ്രായമാണ്, ഒരേ മനസ്സാണ്. ഇതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. ഞങ്ങൾ അഭിപ്രായത്തിൽ ഈ കന്യാസ്ത്രീകളെ അടിയന്തരമായിട്ട് റിലീസ് ചെയ്യണം. അവർക്ക് ജാമ്യത്തിന്റെ അവകാശം മാത്രമല്ല, ചാർജ് ഉണ്ടാവരുത്, ചാർജ് ഡ്രോപ്പ് ചെയ്യണം എന്നാണ് എന്റെ വിശ്വാസം. ശശി തരൂരിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അടിയന്തരമായി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിക്കാനുള്ള നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ അടക്കമുണ്ടാകണം എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞത്.